ചിലർക്ക് വിശ്വാസത്തിൽ വന്നപ്പം ഉള്ള അത്ഭുതങ്ങൾ പിന്നീട് നടക്കുന്നില്ല. അതിന് കാരണം വിശ്വാസത്തിൽ വന്നപ്പം നിർമ്മല സ്നേഹമായിരുന്നു, സിമ്പിൾ ഫെയ്ത്ത്. സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ ആരോടും കടം വാങ്ങിക്കാൻ ചോദിക്കില്ല, കർത്താവ് എന്നെ വിടുവിക്കും, കർത്താവ് എന്നെ വിടുവിക്കും, വിടുതലേ. ഇപ്പം പൈസ കുറച്ചായി കഴിഞ്ഞപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ബുദ്ധി ആദ്യം ആക്ട് ചെയ്യുന്നു, വിശ്വാസമല്ല, ജഡം ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണെന്ന് റോമർ 8 പറഞ്ഞിരിക്കും. ഇറ്റ് ഈസ് എനിമിറ്റി അഗെയിൻസ്റ്റ് ഗോഡ്. എനിമിറ്റി അഗെയിൻസ്റ്റ് ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം ചെയ്തത് ഞാൻ അംഗീകരിക്കുന്നില്ല, ഞാൻ ചെയ്യണമെന്നാ പറയാം. അതാ നിങ്ങളുടെ സകല ആകുല ചിന്തകളും അവങ്കിലേക്ക് ഇട്ടുകൊള്ളു. അതൊക്കെ ശരിയാ, പക്ഷെ ഞാൻ ചെയ്യേണ്ടതൊക്കെ, അപ്പൊ ഞാൻ ചെയ്യേണ്ടത് എന്താ? ഒന്ന്, വിശ്വാസത്തിൽ തുടരണം. 2, ഗ്രൗണ്ടഡ് ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ്. സ്റ്റെഡ്ഫാസ്റ്റിന്റെ അർത്ഥം ഈ അതിധൈര്യമോ, സാഹസ്യമല്ല, ധൈര്യം. നെഞ്ചോട് നെഞ്ച് നിൽക്കാന്ന് പറയത്തില്ല. അതാ പിശാചിനോട് ഞാൻ എതിർത്ത് നിൽക്കുന്നത് എങ്ങനെയാ? ആലോചന ഇടുമ്പോ ചിലപ്പോ ആയിരിക്കാം, അങ്ങനെ ഇല്ല, അങ്ങനെ നടക്കത്തില്ല. എന്നിലിരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാളും വലുതാ. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും സാധിക്കും. ഇപ്പോഴും എല്ലായിടത്തും ദൈവ സാന്നിധ്യത്തിൽ പൊതിയപ്പെട്ട ഞാൻ നടക്കുന്നത്. യു ബ്രിങ് ദ പ്രസൻസ് ഓഫ് ഗോഡ് അറൗണ്ട്.